ഈ ലോകത്ത് ദൈവമില്ല എന്ന് പറഞ്ഞു സൂറത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ പേരിൽ തന്നെ സൂറത്തുണ്ട്. അതിൽ അള്ളാഹു ചോദിക്കുകയാണ്, ആദ്യം തന്നെ അള്ളാഹു ചോദിക്കുകയാണ് സൂറത്തിൽ, ഒന്നുമില്ലാതെ കാലം നിന്റെ മുമ്പിൽ കടന്നു പോയിട്ടില്ലേ? ഒന്നുമില്ലാതെ കാലം നിന്റെ മുന്നിൽ കടന്നു പോയിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. കാരണം നമ്മളൊരു ബീജത്തുള്ളി മാത്രമായിരുന്ന ഒരു സമയം. സൂറത്തുൽ ഇംറാനിൽ എന്നിട്ട് അള്ളാഹു പറയാണ്, നിന്നെ ഞാനാണ് എന്നിട്ട് സൃഷ്ടിച്ചതും സംരക്ഷിച്ചതും. എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒന്നുമില്ലാതെ നിന്നെ അള്ളാഹു ചോദിക്കുകയാണ്, ഇരുട്ടറിൽ ഉമ്മാന്റെ ഗർഭപാത്രം ഇരുട്ടറിൽ നിന്നെ സംരക്ഷിച്ച്, നിന്നെ സൃഷ്ടിച്ച്, നിന്നെ രൂപപ്പെടുത്തി, ഈ ലോകത്തിൽ നിനക്ക് എല്ലാം ഉണ്ടാക്കി, ഈ ലോകത്ത് മാതാപിതാക്കളെയും ലോകവും സൂര്യനും ചന്ദ്രനും മാതാപിതാക്കളും ഇതൊക്കെ ഉണ്ടാക്കി നിന്നെ പുറത്തു വന്ന് നീ കുറച്ച് കാലിൽ നിൽക്കാനാവുമ്പോ നീ എന്നെ പരിഹസിക്കുകയാണോ, നീ എന്നെ ചോദ്യം ചെയ്യാനായോ എന്ന് അള്ളാഹുവിടെ ചോദിക്കുന്നുണ്ട്. കാരണം ഇതേ ചോദ്യം നമ്മുടെ മാതാപിതാക്കൾ ചോദിക്കും. നമ്മൾ കാണാം, നമ്മൾ കുറച്ചു കാലം മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിൽ നോക്കി സംരക്ഷിച്ച് വളർത്തി അവസാനം നമ്മൾ വലുതാവുമ്പോ, നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവുമ്പോ, നമ്മളെ മാതാപിതാക്കൾ നമ്മള് കുറ്റം പറയുന്ന സമയത്ത് മാതാപിതാക്കളെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ കുറച്ച് വലുതാവുമ്പോ, സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോ നീ എന്നെ പരിഹസിക്കാൻ തുടങ്ങി, നീ എന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി, നീ എന്നെ അകറ്റാൻ തുടങ്ങിയോ? അതേ ചോദ്യം അള്ളാഹുവോട് ചോദിക്കണം. ഇതെല്ലാം നിനക്ക് വേണ്ടി, ഇതൊന്നും ചുമ്മയല്ല, ഇതെല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അള്ളാഹു പറയുവാണ്. സൂറത്തുൽ നംലിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു നിന്റെ തുടക്കം കുറിച്ചതും അള്ളാഹു അവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാതെ ഒന്നുമില്ലാതെ നിന്നെ അള്ളാഹുവാണ് കൊണ്ടുവന്നത്. എന്നിട്ട് നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ സംസാരവും നിന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും അള്ളാഹുവാണ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് മൂന്നാമതായ നിന്റെ ചോദ്യം, നിന്റെ യാത്ര എവിടേക്കാണ്? അവിടെയും അള്ളാഹു പറയുന്നുണ്ട്. 6-ാമത്തെ വചനത്തിൽ നിന്റെ യാത്രയുടെ അന്ത്യം അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ, നിന്റെ രക്ഷിതാവുമായിട്ടുള്ള കണ്ടുമുട്ടൽ വേണ്ടിയിട്ടാണ് നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലേക്ക് തന്നെ നീ തിരിച്ചു പോവുക തന്നെ ചെയ്യും. അള്ളാഹു പറയാം, സൃഷ്ടികളെ അവൻ ഡിസൈൻ ചെയ്യുകയും ചെയ്യും. സൂറത്തുൽ ഗാഫിർ, അള്ളാഹു തആലയാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസസ്ഥലമാക്കി തന്നത്. നമ്മൾക്കറിയാം, കോടി ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ പോലെ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന ഇത്രയും അത്ഭുതമാക്കപ്പെട്ട ക്രിയേഷൻ മറ്റൊരു ഗ്രഹം ലോകത്തില്ലാന്ന് സയന്റിസ്റ്റ് പോലും വൈജ്ഞാനികൾ പോലും പറഞ്ഞു. ഭൂമിയിൽ ജീവൻ അനോജ്യമായ രൂപത്തിൽ മറ്റൊരു ഗ്രഹം, മറ്റൊരു ഗാലക്സി ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇതൊന്നും യാദൃച്ഛികമായിട്ട്, ഇതൊന്നും ചുമ്മാ അല്ല ഉണ്ടായത്, ഇതൊക്കെ അള്ളാഹുവാണ് നിങ്ങൾക്ക് വാസം സ്ഥലമാക്കി തന്നത്, നിങ്ങൾക്ക് വാസവിരിപ്പിടമാക്കി തന്നത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു ആകാശത്തിനെ മേൽപ്പുരയാക്കി തന്നു പറയുന്നു. അള്ളാഹു പറയാണ്, ഈ ലോകത്തിനെ അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് അള്ളാഹു ഡിസൈൻ ചെയ്യുകയും ചെയ്തു. മനുഷ്യന്മാരുണ്ടാക്കിയ ചില വസ്തുക്കളെ നമ്മൾ നോക്കണം. കാറ്, വിമാനം, ഇതൊക്കെ കുറച്ചു കാലം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് മടുക്കാൻ തുടങ്ങും. പക്ഷേ ലോകരക്ഷിതാവായ അള്ളാഹു ഉണ്ടാക്കിയ സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, ജിന്ന്, ഇതൊക്കെ എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട്. മഴ, ഇടി, മിന്നൽ, സ്നേഹം, ദുഃഖം, ഇതൊന്നും നമ്മൾക്ക് മടുക്കുന്നില്ല. ഇതാണ് അള്ളാഹു പറയുന്നത്, ഇതൊക്കെ ഏറ്റവും പെർഫെക്ഷൻ, ഏറ്റവും നല്ല പോലെ അള്ളാഹു ഡിസൈൻ ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ ഒരു വിമാനത്തെ തന്നെ നോക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു വിമാനത്തിന് ഭയങ്കര അത്ഭുതമായിട്ടാണ് അതിനെ നമ്മൾ നോക്കുന്നത്, ആകാശത്തിലേക്കൂടെ പറക്കുന്നു. പക്ഷേ ആ വിമാനം പോലും കണ്ടുപിടിച്ചത് ഒരു പക്ഷിനെ രൂപപ്പെടുത്തിയാണ്. ഒരു പക്ഷിനെ കണ്ടിട്ടാണ്, ആ പക്ഷിയുടെ രൂപത്തിലാണ് വിമാനം പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. ആകാശത്തിലൂടെ പറക്കുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ആ വിമാനത്തിനെ നമ്മള് ആശ്ചര്യമോടെ നോക്കുന്നു. പക്ഷേ കോടി പക്ഷികളെ നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആ ചിറകിട്ട പക്ഷികളെ നിങ്ങൾ നോക്കുന്നില്ലേ? സൂറത്തുൽ ഫാത്തിറിന്റെ 41-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കാം, ആകാശഭൂമികളെ അതിന്റെ കറക്റ്റായ ഒരു സ്ഥലത്ത് അള്ളാഹു ആണ് പിടിച്ചെടുക്കുന്നത്.
അതിനു മുമ്പ് പക്ഷികളെ പിടിച്ചു നിർത്തി ആ പറക്കുന്ന പക്ഷികളെ നോക്കാൻ വേണ്ടി പറയും. അതിന്റെ അർത്ഥം അള്ളാഹു പക്ഷികളെയും ഈ ലോകത്ത് ആകാശത്തെയും ഭൂമിയും പിടിച്ചു നിർത്തുകയാണ്, പിടിച്ചു നിൽക്കുകയാണ് എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു അതിനെ അനോജ്യമായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. കുറച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ചപ്പോൾ, ഞാൻ എന്തെങ്കിലും പഠിക്കുമ്പോഴേക്ക് ഞാൻ വലുതാണ്, ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്ന ആളുകളോട് അവിടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്ക് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ഈ ലോകത്തിലെ കുറെ പ്രാണികളെയും പക്ഷികളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മള് ഉണ്ടാക്കിയ കാറ്, ബൈക്ക്, ഇതിനേക്കാളും സ്പീഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എത്രയോ പ്രാണികൾ ഈ ലോകത്തുണ്ട്. നമ്മുടെ കാഴ്ചശക്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ കാഴ്ചശക്തിനേക്കാൾ എത്രയോ കൂടുതൽ കാഴ്ചശക്തിയുള്ള എത്രയോ പ്രാണികൾ ഈ ലോകത്തുണ്ട്. സയന്റിസ്റ്റുമാർ, വിജ്ഞാനികൾ പറഞ്ഞത്, അങ്ങ് ഒരു പോസ്റ്റിൽ നിന്ന് മറ്റേ പോസ്റ്റിൽ നിർത്തി ആ പോസ്റ്റിൽ ഒരു പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിയാൽ ആ പോസ്റ്റിൽ നിന്ന് മറ്റേ പോസ്റ്റിലേക്ക് ആ പ്രാണി കൃത്യമായിട്ട് ഓരോ അക്ഷരങ്ങളും അതിന് വായിക്കാൻ പറ്റുമോ എന്നാണ്. അത്രത്തോളം ബലമുണ്ട്. അതേപോലെ ജനിച്ചപ്പോൾ തന്നെ എണിച്ച് നടക്കാൻ പറ്റുന്ന എത്രയോ ജീവികൾ ഈ ലോകത്ത്, ജിറാഫയെ പോലെ. സൃഷ്ടാവിന്റെ മഹത്വം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമില്ല, സയൻസാണ് എല്ലാം എന്ന് പറയുന്ന ആളുകൾ. ഈ ലോകത്ത് ചന്ദ്രന്റെ അപ്പുറം ഒരു ലോകമുണ്ട്. അവിടേക്ക് പോലും ആ സയൻസിന്, ആ വിജ്ഞാനത്തിന് ഇതുവരെ പോകാൻ സാധിച്ചില്ല. അതേപോലെ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ഹൃദയം, കിഡ്നി, ഇതൊക്കെ വിജ്ഞാനികള് ഓരോ ഭാഗങ്ങളെ എടുത്ത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എടുക്കുന്നു. ഇതുവരെ ആയിട്ട് അതിനെ കൃത്യമായിട്ട്, അതിനെ ഫുള്ളായിട്ട് ഇതുവരെ പഠിക്കാൻ പോലും, ഒരു കണ്ണിനെ കുറിച്ച് പോലും ഇത്ര വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് മുഴുവനായും പഠിച്ചു തീർക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്നിട്ട് ഖുർആനിലൂടെ പറയാണ്, അഹങ്കാരം നടിച്ച് ഞാനാണ് വലിയവൻ, ഞാനാണ് ശ്രേഷ്ഠത, ഞാൻ ചിന്തിക്കുന്ന മാത്രമാണ് ശരിയെന്ന് നടക്കുന്ന ആളുകൾ എന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അവർക്ക് കാണാൻ പറ്റില്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ വലിയവനല്ല, എന്നേക്കാളും വലിയവൻ ഈ ലോകത്തുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പഠനം നടത്തുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ ദൈവത്തിലേക്ക്, അള്ളാഹുലേക്ക് ആ പഠനം എത്തിക്കും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് അഹങ്കാരം നടിച്ചു നിന്നാൽ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം ഇല്ല അള്ളാഹു പറയും. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഈ ആകാശമുകളിൽ ഭൂമികളെയും മനുഷ്യന്മാരെ ഇതിനൊക്കെ ഞാൻ വെറുതെ കളിയാക്കാൻ വേണ്ടി, കളിക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹു പിന്നെ ഖുർആനിലൂടെ പറയാണ്, ഇതൊന്നും ഞാൻ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ഇതൊക്കെ പിന്നിൽ, സൃഷ്ടിപ്പിന്റെ പിന്നിൽ കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യബോധം എനിക്കുണ്ട് എന്ന് അള്ളാഹു പറയും. ഭൗതികമായ ആളുകളെ, വിജ്ഞാനികളെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ, ഇതൊക്കെ ഒരു ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ദൈവത്തിനെ സൃഷ്ടിച്ചു. റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാര്യമാണ്, പിശാചികളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഇട്ട് തന്നുകൊണ്ടിരിക്കും. ഈ ലോകത്തിനൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ, ഒരു ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ദൈവത്തിനെ സൃഷ്ടിച്ചു. സയൻസ് വിജ്ഞാനികള് ആദ്യം അവർ വിശ്വസിക്കുന്നത് ഈ ലോകം ബിഗ് ബാങ്കിലൂടെ, ഒരു വലിയൊരു വിസ്ഫോടനത്തിലൂടെ ഈ ലോകം സൃഷ്ടിയായി, ഈ സമയം തുടങ്ങി, ഇതൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതിനൊരു തുടക്കമുണ്ട്, സമയം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന്. ബിഗ് ബാങ്കിലൂടെ വൈജ്ഞാനികൾ പോലും ഇതിനെ അംഗീകരിക്കാൻ അവർ കുറച്ച് ബുദ്ധിമുട്ട്. ഞാനല്ല പറയുന്നത്, ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ അവർ അംഗീകരിക്കാൻ പോലും, ഈ സമയത്തിന് അംഗീകരിക്കാൻ പോലും ഇവർ അല്പം ദുഃഖിച്ചു. കാരണം ഇത് അംഗീകരിച്ചാൽ ഇത് ദൈവത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് അവർ പേടിച്ചു പോയി. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്, ഈ ആകാശം ഭൂമികളും എല്ലാം ഒട്ടിയതായത് അവയെ വേർപ്പെടുത്തിയതാണെന്ന് സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നില്ലേ, കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. من متضلعين